ഹലോ ഗൈസ്, നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ്. ഇത് ഇവിടുന്ന് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കോട്ടയത്തമ്മ കൊണ്ടാണ് നമ്മുടെ ഈ ദീപാവലി സ്പെഷ്യൽ ഗൈസ്. നിങ്ങളും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് അച്ഛൻ്റെ പെങ്ങളും അളിയനും കുട്ടികളും അവരുടെ കുട്ടികളും എല്ലാവരും വരുന്ന ദിവസമാണ്. അപ്പോൾ അതേ അവർ മുകളിലെത്തിയിട്ടോ. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് അവരെല്ലാവരും നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും മുകളിലേക്ക് പോവാണ് കേട്ടോ. കോത്തരിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പാഴ്സലുണ്ട് ഗൈസ്. ഓക്കെ, അവിടുത്തെ ഓരോ ഫ്രൂട്ട്സും പച്ചക്കറികളും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഊട്ടി ബർക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കണ്ടില്ലേ മുകളിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവർ രാവിലെ ഇറങ്ങിയതാണ്, ക്ഷീണിച്ച് ഫുൾ ടയേർഡായിട്ടാണ് വരുന്നത്. അങ്ങനത്തെ ഗൈസ്, ഇതാണ് നമ്മുടെ അമ്മായി. അപ്പോൾ അമ്മായി കുട്ടി ഇതേ വരുന്നുണ്ട് കേട്ടോ. തലയിലൊക്കെ വെച്ചിട്ട് ഏറ്റി വരികയാണ്. അമ്മായി പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കാത്ത ഒരാളാണ് കേട്ടോ, നമ്മുടെ വല്യമ്മയെ പോലെ തന്നെ. പക്ഷെ ഞങ്ങൾ അറിയാതെ എടുത്തതാണ്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ അമ്മായി എടാ നീ എന്നെ പറ്റിച്ചു അല്ലേടാ കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കട്ടോ. അപ്പോൾ അതേ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അണ്ണി, ഷെമീന അണ്ണി. ഇത് നിശാന്തേൻ്റെ വൈഫാണ്. നിശാന്തേൻ്റെ വൈഫും കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങി വന്നത്. അങ്ങനെ ഇതാ കാറൊക്കെ പാർക്ക് ചെയ്ത് സൈഡാക്കി ബ്രോ വരുന്നുണ്ട്. ടൻഡറഡൈൻ ഒരു 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇവർ നാട്ടിലേക്ക് വന്നിട്ട്. ഞങ്ങൾ കല്യാണത്തിന് വന്നതാ തോന്നുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇതാ ഇപ്പോഴാണ് നിശാന്തേട്ടനൊക്കെ ഇങ്ങോട്ടൊന്ന് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ എല്ലാവരും ഡ്രില്ലടിച്ച് വൈബായിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും പെടുന്ന കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സെറ്റ് ഗൈസ്. മോളിൽ നിന്ന് നമ്മളൊന്ന് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി കുറച്ച് വഴിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുന്നാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും ക്ഷീണിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ അയ്യോ എനിക്ക് നാണാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കണം. ഈശ്വര ഞാൻ എന്താ പറയുക. ഓക്കെ, കയറുന്നൊക്കെ അങ്ങനെ നിശാന്തേൻ്റെ കുട്ടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അല്ല, ഞങ്ങൾ കോത്തരിക്ക് ഇതിന് മാരിയം പണ്ടികയ്ക്ക് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞാവയായിരുന്നില്ലേ. ഇപ്പോൾ അവൻ ദേ രാവിലെ മുതൽ വണ്ടിയിലിരുന്ന് ടയേർഡായി ക്ഷീണിച്ചറിയാലോ. രാവിലെ കയറിയിട്ട് ഇത്ര മണിക്കൂറോളം കാറിലിങ്ങനെ ഇരുന്നിട്ട് വരുമ്പോൾ കുട്ടി ക്ഷീണിച്ചിട്ടോ. പിന്നെ അവിടെ വീട്ടിൽ അമ്മ തന്നെ ഉണ്ടാക്കിയ ഓറഞ്ചാണ് കേട്ടോ നമ്മളെല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. കുക്കൂസിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗൈസ്. ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, കുറേ സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അതേ കുക്കൂസ് കളിക്കുകയാണ്. കുഞ്ഞോടൊപ്പം കളിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കളി. ചിരിക്കണം കണ്ടില്ലേ, ഭയങ്കര ചിരിയാണ് ഗൈസ്. അങ്ങനെ ചിരിച്ച് അവസാനം ഇപ്പോൾ അതേ പാവട്ടോ കുഞ്ഞാവ കരഞ്ഞു. അങ്ങനെ പച്ചക്കറി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സും ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ അവരത് കഴിഞ്ഞിട്ട് കാവിലേക്കൊക്കെ പോയി വന്ന് ഞങ്ങളിതാ ഏറ്റി ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇതാണ് നിത്യേച്ചിയുടെ കുട്ടിയാണ് കേട്ടത്. അങ്ങനെ താണ്ടില്ലേ ചെക്കനും ഉണ്ണിക്കുട്ടനും ഒരേ വൈബ്. വെള്ളത്തിൽ മീൻ പിടിച്ച് കളിക്കുന്നു, നിലത്തുനിന്ന് പെറുക്കിയെടുക്കുന്നു. ഈശ്വര ഇവൻ എവിടെ പോയാലും മീനൊരു ഒരു സംഭവം തന്നെയാണെന്നൊക്കെ. ചളിയിലൊക്കെ കളിച്ച് അങ്ങനെ അവൻ്റെ ആ ഒരു ഗ്യാങ്ങിലേക്ക് ഇവരെയും കൂടെ അവൻ വലിച്ചിട്ടു കേട്ടോ. അങ്ങനെയൊക്കെ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് ഒന്ന് മുറിച്ച് കഴിക്കുകയാണേ. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പറയാതിരിക്കാൻ വയ്യ, പൊള്ളി ടേസ്റ്റ്. സാധാരണ ഇവിടത്തേക്ക് മധുരം ഉണ്ടാവും, നമ്മളതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടല്ലേ കഴിക്കുക. ഇതിന് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കുക്കുവിനായിട്ട് ജ്യൂസ് മാത്രമാണ് കേട്ടോ ഇഷ്ടമായത് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ എക്സ്പ്രഷൻ കണ്ടില്ലേ, കുറച്ച് പൊടിയും കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ഊട്ടി ബർക്കി. പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഊട്ടി ബർക്കിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഗൈസ്. പിന്നെ അത് മസാല ബർക്കിയാണ്, ഒടുക്കത്തെ ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് പുട്ടും ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാളി, കറൻറ്റൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ അതാ എല്ലാവരും പോയി വന്നു.
എല്ലാവരും പോവുകയാണ് കേട്ടോ കാവളിലേക്കൊക്കെ അവർ പോവുകയാണേ. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എല്ലാം റെഡി ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ, ഒരാൾ സവാള ഗിരി 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 ഗിരി, ഒരാൾ തേങ്ങ ചിരവൽ, ഒരാൾ പുട്ടിന് കുഴക്കില്ല, അങ്ങനെ അങ്ങനെ നല്ല രസമാണ്. അതൊരു നല്ല രസമല്ലേ അല്ലേ? ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, കുറേ പേരൊക്കെ പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ പൊളിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിമ്പിളാണ്, ഹമ്പിളാണ്, ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ കൊതിയാവണം, നിങ്ങളെ നേരിൽ കാണാൻ കൊതിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കേസ്. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ കല്യാണരാമൻ സിനിമയിലെ ആ ഒരു നമ്മുടെ കല്യാണ സമയത്തുള്ള തിരക്ക്. ഇത് നമുക്ക് നമ്മുടെ കോട്ടയച്ചമ്മ കൊണ്ടാണ് നമ്മുടെ ഈ ദീപാവലി സ്പെഷ്യൽ ഡേയ്സ്. നിങ്ങളും കഴിച്ചോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ടേസ്റ്റ് ചെയ്തോ. ധാരത് കുക്കുമോൻ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. പിന്നെ കാണാനില്ല കുക്കുവിൻ്റെ ഒരു കൊച്ചു വർത്താനൊക്കെ. പിന്നെ കുക്കുവിനെ വീഡിയോ എടുക്കണം, പൂക്കൾ കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ കേട്ടോ കേസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കൻ റോസ്റ്റ് റെഡി, പപ്പടം റെഡി, ചിക്കൻ കറി റെഡി, പുട്ട് റെഡി, എല്ലാം റെഡി. പിന്നെ ചോറും ഉണ്ടായിരുന്നു, കൂട്ടാനും ഉപ്പേരിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം സെറ്റായിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്. അങ്ങനെ ആങ്ങളെയും പെങ്ങളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങളിങ്ങനെ എടുത്തിട്ടു. എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇതേ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ പറ്റിച്ചു കേസ്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവർ ഇറങ്ങാൻ പോവാണ് കേട്ടോ കേസ്. അപ്പോൾ എല്ലാവരും എല്ലാം പാക്ക് ചെയ്ത് മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ യാത്ര പറച്ചിലാണ് ഇപ്പോൾ കേട്ടോ. പിന്നെ കുട്ടിയച്ച ഏകദേശം നല്ലോണം ക്ഷീണിച്ചെണ്ണു. അവന് നേരെ ഉറക്കമൊന്നും ശരിയാവാനായിട്ട് പെട്ടെന്നല്ലേ വരുന്നു, പിന്നെയും പോകുന്നു. പിന്നെ രാവിലെ ഓക്കെ ചിക്കൻ ബിസ്ക്കറ്റിലേക്കാണ് കേട്ടോ നോക്കിയിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഇതാ എല്ലാവരും മുകളിലേക്ക് കയറാണ് കേട്ടോ. കേരളം പിന്നെ ഒരു സംഭവമാണ് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കാറിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഈസിയായി. എന്നാലും നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുന്നും മലയൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് ടൈം വളരെ കുറവായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വലിയച്ഛൻ്റെ വീട്ടിലേക്ക് അവർക്ക് പോകണം, അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ കേസ്. പിന്നെ മാമയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും ദീപാവലി ലീവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തേ വേഗം പോയി. ഇനി കുറച്ച് സ്ഥലങ്ങളിലേക്കും കൂടെ അവർക്ക് പോകാനുണ്ട് ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് വേഗം ഇത്രവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ടൈം ഡേ പറയുമ്പോഴത്തേക്ക് പോയിട്ടോ. അങ്ങനെ എല്ലാവരും പിരിയുന്ന ഒരു സങ്കടത്തിലാണ്. നല്ല രസമാണല്ലേ എല്ലാവരും പാടെ ഇങ്ങനെ കൂടിയിട്ട്. പിന്നെ പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്താ പോവാണ് ഗൈസ്. അങ്ങനെ കുഞ്ഞാമതാ ബായൊക്കെ പറഞ്ഞ് കാറുമ്പോൾ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ആളവും താളവും ഗൈസ്, സപ്പോർട്ട് ഉണ്ടാവണേ. ബായ്.